പ്രൈസ് ദി ലോർഡ്. ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവിൻ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. പ്രിയമുള്ളവരെ, ദൈവവചനം വായിക്കുകയും അത് കേൾക്കുകയും ചെയ്യുന്നത് നമ്മുടെ ആത്മീയ വർധനവിന് ഏറ്റവും നല്ലതാണ്. അതുപോലെ പരിശുദ്ധാത്മാവുമായിട്ടുള്ള കൂട്ടായ്മ അത് നമ്മെ പരിശുദ്ധാത്മാവ് സകലത്തിലും ഗൈഡ് ചെയ്ത് നമ്മെ നടത്തുവാൻ ഇടയാകും. അതുപോലെ യേശു ക്രിസ്തുവിൽ നാം ആരാണെന്നുള്ള തിരിച്ചറിവ് ദൈവവചനം വായിക്കുമ്പോൾ നമുക്കുണ്ടാകും. നമുക്കൊരു ദൈവവചനം ചേർന്ന് വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അതിൻ്റെ 40-ാം അധ്യായം അതിൻ്റെ 28-29 വാക്യം. നിനക്കറിഞ്ഞുകൂടെയോ? നീ കേട്ടിട്ടില്ലയോ? യഹോവ നിത്യതയോ ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ തന്നെ. അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നതുമില്ല. അവൻ്റെ ബുദ്ധി അപ്രമേയമത്രേ. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ദൈവത്തെക്കുറിച്ച് ഇവിടെ പറയുന്നു, അവൻ നിത്യദൈവം. നിനക്കറിഞ്ഞുകൂടെയോ? നീ ഇതുവരെ കേട്ടിട്ടില്ലയോ? നമ്മുടെ ദൈവം നിത്യദൈവം. അവൻ കുറച്ച് നാളത്തേക്ക് വന്ന ദൈവമല്ല, നിത്യദൈവം. നിത്യത വരെ നമ്മെ എത്തിക്കുവാൻ കഴിവുള്ള ഒരു ദൈവത്തിലാണ് നാം ആശ്രയിക്കുന്നത്. അവൻ ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ തന്നെ. അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നില്ല. ദൈവത്തെക്കുറിച്ച് പറയാണ്, അവൻ ക്ഷീണിക്കുന്നില്ല, അവൻ തളർന്നു പോകുന്നില്ല. ക്ഷീണിച്ചിരിക്കുന്ന ഒരു യേശു ക്രിസ്തുവിലല്ല ഞാനും നിങ്ങളും ആശ്രയിക്കുന്നത്. മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന ഒരു ദൈവത്തിലാണ് ഞാനും നിങ്ങളും ആശ്രയിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് ഏത് വിഷയത്തിലാണോ ക്ഷീണിച്ചിരിക്കുന്നത്? 29-ാം വാക്യം പറയുന്നു, അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ഇന്ന് ക്ഷീണിച്ചിരിക്കുന്ന അവസ്ഥയിലാണോ? ക്ഷീണമില്ലാത്ത ഒരാൾ കൂടെ ഉണ്ട്, കൂടെ നിൽക്കാൻ തയ്യാറാണെന്ന വചനം പറയുന്നത്. അവന് ക്ഷീണമില്ല, അവൻ തളർന്നു പോകുന്നുമില്ല. ഇന്ന് ഏത് വിഷയത്തിൽ, ഏത് കാരണത്താലാണ് തളർന്നിരിക്കുന്നത്? സ്വന്തമായുള്ള ചില വിഷയത്തിലാണോ? അതോ മക്കളുമായുള്ള ബന്ധത്തിലുള്ള ചില കാരണത്താലാണോ തളർന്നിരിക്കുന്നത്? ജോലിയുമായുള്ള വിഷയത്തിലാണോ തളർന്നിരിക്കുന്നത്, ക്ഷീണിച്ചിരിക്കുന്നത്? നാം വായിച്ച വചനം പറയുന്നു, അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. 29-ാം സങ്കീർത്തനം 11-ാം വാക്യം പറയുന്നു, യഹോവ തൻ്റെ ജനത്തിന് ശക്തി നൽകും, തൻ്റെ ജനത്തിന് ശക്തി നൽകും. എവിടെയാ ബലഹീനത, അവിടെ സർവശക്തനായ ദൈവം ശക്തി നൽകും. ബലഹീനായിരിക്കുന്നു, ബലമേറിയ യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നു വരിക. ബലഹീനെന്ന് തോന്നുന്നുണ്ടോ? യേശുവിൽ ആശ്രയിക്കുക, നീ ബലവാനായി മാറും. ശാരീരിക ബലഹീനത മാത്രമല്ല, ഫ്രണ്ട്സിൻ്റെ ഇടയിൽ എല്ലാ തരത്തിലും കുറവുണ്ടോ? ബലഹീനാണോ? ഫാമിലിയിൽ എല്ലാ തരത്തിലും താങ്കൾ ബലഹീനാണോ? സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പോലും സംസാരിക്കാൻ പറ്റാത്ത രീതിയിൽ ബലഹീനതയിൽ കൂടിയാണോ കടന്നു പോകുന്നത്? ഭാഷയിലും വാക്കിലും പ്രവൃത്തിയിലും വിദ്യാഭ്യാസത്തിലും കഴിവിലും എല്ലാ തരത്തിലും ബലഹീനാണോ? ഒന്നും ഓർത്ത് ഭാരപ്പെടേണ്ട, യേശുവിൽ ആശ്രയിക്കുക. ബലമേറിയ യേശു ക്രിസ്തുവിൽ ആശ്രയിക്കുക. ബലവാനോട് ചേർന്ന് നിൽക്കുക. ഭൂമിയിലുള്ള ബലവാനിൽ ആശ്രയിക്കരുത്. ഭൂമിയിലുള്ള ശക്തിയുള്ള വ്യക്തികളിൽ ആശ്രയിക്കരുത്. യേശു ക്രിസ്തുവിൽ ആശ്രയിക്കുക. യേശു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് പിശാചിനെ തോൽപ്പിച്ച ദൈവമാണ്. അവനിൽ ആശ്രയിക്കുക. ലജ്ജിച്ചു പോകുവാൻ അവൻ സമ്മതിക്കത്തില്ല. ദൈവം മിസ്രയീമിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ കൊണ്ടുവരുവാൻ ശക്തിയുള്ള ഒരാളെ അല്ല തിരഞ്ഞെടുത്തത്. ഇതാ വിക്കനായ മോശയാണ് മിസ്രയീമിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ പുറപ്പെടുവിച്ചു കൊണ്ടുവരുവാൻ ദൈവം തിരഞ്ഞെടുത്ത വ്യക്തി. വിക്കനായ വ്യക്തിയാണ്. തനിക്ക് ഒക്കത്തില്ല എന്ന് താൻ പല പ്രാവശ്യം പറഞ്ഞു. എന്നാൽ ദൈവം മനുഷ്യനോട് കൂടെയിരുന്നു. ഇസ്രായേൽ ജനത്തെ പുറപ്പെടുവിച്ചു കൊണ്ടുവന്നു. ഇശായിയുടെ മകനായ ദാവീദിനെ ആടിനെ മേയ്ക്കാൻ മാത്രമേ കൊള്ളൂവെന്ന് ഇശായും സഹോദരന്മാരും പറഞ്ഞ് ആടിനെ മേയ്ക്കാൻ വിട്ടിരുന്ന വ്യക്തിയാണ്. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്ന വ്യക്തിയായി മാറിക്കഴിഞ്ഞപ്പോൾ, ദാവീദ് ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്ന വ്യക്തിയായി മാറിക്കഴിഞ്ഞപ്പോൾ, ഇതാ ബലമേറിയ സഹോദരന്മാർക്ക് സാധിക്കാഞ്ഞ വിഷയത്തിൽ ആ കാര്യത്തെ ദാവീദ് കൈകാര്യം ചെയ്തു. ഇന്ന് ബലഹീനാണോ? യേശുവിൽ ആശ്രയിക്കുക, താങ്കൾ ബലവാനായി മാറും. എല്ലാവരേക്കാളും തള്ളിക്കളഞ്ഞപ്പെട്ട വ്യക്തിയാണോ, ഉപേക്ഷിക്കപ്പെട്ട വ്യക്തിയാണോ താങ്കൾ?
ഒന്നിലും നിരാശപ്പെടരുത്. പോയി യേശുവിൽ ആശ്രയിക്കുക. മാറിപ്പോയി യേശുവിൽ ആശ്രയിക്കുക. മാറിപ്പോയി യേശുവിൻ്റെ മുമ്പിലിരിക്കുക. നിനക്കൊരു മാന്യത ഉണ്ടാകും. എല്ലാവരെക്കാട്ടിലും ഒരു മാന്യത ഉണ്ടാകും. എല്ലാവരെക്കാട്ടിലും ഒരു ഉയർച്ച ഉണ്ടാകും. എല്ലാവരെക്കാട്ടിലും ഒരു അനുഗ്രഹം ഉണ്ടാകും. യേശു ക്രിസ്തുവിൽ ആശ്രയിക്കുക. യേശു കൈവിടുന്ന ദൈവമല്ല. വചനം പറയുന്നു ബാല്യക്കാർ, 30-ാം വാക്യം പറഞ്ഞു, ബാല്യക്കാർ ക്ഷീണിച്ചു തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യുന്നു. യഹോവയെ കാത്തിരിക്കുക, യേശു ക്രിസ്തുവിൽ ആശ്രയിക്കുക. നമ്മുടെ ദൈവം ഭൂമിയുടെ അധോഭാഗങ്ങളെ കണ്ടവൻ, ഭൂമിയുടെ അറ്റം അതിൻ്റെ എൻഡ് കണ്ടവൻ നാം കണ്ടിട്ടില്ല, നാം ഇതുവരെ കണ്ടിട്ടില്ല. എന്നാൽ നമ്മുടെ ദൈവം ഭൂമിയുടെ അവസാനവും കണ്ടിരിക്കുന്നു. അവൻ സകലതും കണ്ടിരിക്കുന്നു. അവൻ നക്ഷത്രങ്ങളെ പേർ ചൊല്ലി വിളിക്കുന്ന ദൈവമാണ്. അവൻ ആകാശത്തെ ഉണ്ടാക്കിയ ദൈവമാണ്. സമുദ്രങ്ങളെയും സകല ചരാചരങ്ങളെയും ഉണ്ടാക്കിയ ദൈവമാണ്. ആ ദൈവത്തിന് നിങ്ങളിപ്പോൾ നേരിടുന്ന വിഷയത്തെ കൈകാര്യം ചെയ്ത് അതിൻ്റെ അകത്ത് ജയം നൽകുവാൻ യേശു മതിയായ ദൈവമാണ്. ആയിരിക്കുന്നിടത്ത് നിന്ന് യേശുവേ എന്ന് വിളിക്കാമോ? ആ വിഷയത്തിന്മേലൊന്ന് ഇറങ്ങി വരണമേ എന്ന് പറഞ്ഞ ഒന്ന് പ്രാർത്ഥിച്ചോ. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് വിഷയത്തിന്മേൽ ഞരങ്ങി ഭാരപ്പെട്ട് കരഞ്ഞിരിക്കുന്ന വ്യക്തികളുടെ മേൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ വിഷയത്തിന്മേൽ ഞാൻ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. വിടുതലുകൾ ഉണ്ടാകട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ, പുതുവഴികൾ തുറക്കട്ടെ, ആത്മഹത്യകൾ മാറിപ്പോകട്ടെ, ദൈവിക നന്മകൾ ഉണ്ടാകട്ടെ, നിന്ദകൾ മാറിപ്പോകട്ടെ, പരിഹാസങ്ങൾ മാറിപ്പോകട്ടെ, തള്ളിക്കളഞ്ഞ അവസ്ഥകളെല്ലാം മാറിപ്പോകട്ടെ, മാന്യത ഉണ്ടാകട്ടെ, രാജകീയ മാന്യത ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. സ്വർഗവൻ്റെ പ്രാർത്ഥന കേട്ടതിനാട്ട് നന്ദി. യേശു കർത്താവിൻ വിലയേറിയ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, 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 ആമേൻ. കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ.